എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നമ്മുടെ സ്വന്തം ഇഞ്ചി മിഠായിയാണ് തയ്യാറാക്കിയെടുക്കുന്നത്. വളരെയധികം നൊസ്റ്റാൾജിക് ആയിട്ടുള്ള ഇഞ്ചി മിഠായിയാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് മൈദയോ ഗോതമ്പൊടിയോ ഒന്നും ചേർക്കുന്നില്ല, തനി നാടൻ രീതിയിലാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു തവണ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും റെസിപ്പി വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ. ആരെങ്കിലും നമ്മുടെ ചാനലിലേക്ക് ആദ്യമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് നല്ല നാടൻ രീതിയിലുള്ള ഇഞ്ചി മിഠായി തയ്യാറാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 100 ഗ്രാം ഇഞ്ചിയാണ് എടുത്തിട്ടുള്ളത്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് നല്ല നാടൻ ഇഞ്ചിയാണ്. അപ്പോൾ അതിൻ്റെ തോലൊക്കെ കളഞ്ഞ് നന്നായിട്ട് കഴുകി ചെറിയ കഷ്ണങ്ങളാക്കി ഇവിടെ നുറുക്കി എടുത്തിട്ടുണ്ട്. ഇതിന് നമുക്ക് മിക്സിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ നിങ്ങൾക്കിത് വെള്ളം ചേർത്തിട്ടും അരച്ചെടുക്കാം, വെള്ളം ചേർക്കാതെ അരച്ചെടുക്കാം. ഞാനിപ്പോൾ എന്തായാലും ഇത് ഒരു 3-4 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്തിട്ടാണ് അരച്ചെടുക്കുന്നത്. നല്ല ഫൈൻ പേസ്റ്റായിട്ട് നമുക്കിത് അരച്ചെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ടുണ്ടായിരുന്നു. ഇതിന് നമുക്ക് നന്നായിട്ട് അരച്ചെടുത്ത് കൊണ്ടുവരാം. അപ്പോൾ അതാ ഞാനിവിടെ നന്നായിട്ട് അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിന് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ചൂട് കട്ടിയുള്ളൊരു പാത്രം എടുക്കാം. അതിലേക്ക് 1.5 കപ്പ് പഞ്ചസാര ചേർക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം കൂടി ചേർക്കുന്നുണ്ട്. സാധാരണ നമ്മൾ കുടിക്കാൻ ഉപയോഗിക്കുന്ന പച്ചവെള്ളമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ചിരിക്കാം. നമ്മുടെ ഈ പഞ്ചസാര ഈ വെള്ളത്തിൽ നന്നായിട്ട് ഒന്ന് അലിഞ്ഞ് വരണം. അതുവരെ നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഹൈ ഫ്ലെയിമിലായതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് അലിഞ്ഞ് കിട്ടും. അപ്പോൾ അതവിടെ നന്നായിട്ട് പതഞ്ഞ് പൊങ്ങി നന്നായിട്ട് മെൽട്ടായിട്ട് വന്നിട്ടുണ്ട് പഞ്ചസാരയൊക്കെ. ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം മീഡിയത്തിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയുടെ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ഒരു നുള്ളു ഉപ്പ് ചേർക്കുന്നുണ്ട്. അതേപോലെ ഒരു നുള്ളു ഏലക്കയുടെ പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. ഏലക്കയുടെ ഫ്ലേവർ കുറച്ചും കൂടി വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം ഞാനിത് മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിത് നന്നായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇത് ഇളക്കിക്കൊണ്ടിരിക്കുക. കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്ക് ഇതിനകത്തെ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് കുറഞ്ഞ് വരും. ചെറുതായിട്ടൊന്ന് തിക്കായി വരാൻ തുടങ്ങും. ആ സമയത്ത് നമുക്ക് ഇതേപോലെ ഒരു പാത്രത്തിൽ ഞാൻ കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു തുള്ളി ഒന്ന് ഇറ്റിച്ച് നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ഇത് ഒഴിക്കുന്ന സമയത്ത് ഇതേപോലെ ഇത് ഒന്ന് കലങ്ങി പോകും. അപ്പോൾ നമ്മുടെ ഇതിൻ്റെ പാകം കറക്റ്റ് ആയിട്ടില്ല. അപ്പോൾ നമുക്ക് വീണ്ടും ഇത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ഇളക്കിക്കൊണ്ടിരിക്കാം. കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്കും വീണ്ടും ഇത് നന്നായിട്ട് തിക്കായി വരാൻ തുടങ്ങും. ആ സമയത്ത് നമുക്ക് വീണ്ടും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. വെള്ളത്തിൽ ഒന്നും കൂടി ഒന്ന് ഇറ്റിച്ച് നോക്കുക. അപ്പോൾ ഇതിപ്പോൾ ഉരുട്ടിയെടുക്കാൻ പറ്റുന്നുണ്ട്, പക്ഷേ ഇത് ചെറിയൊരു സോഫ്റ്റ്നെസ് ആയിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു പാകം നമുക്ക് പറ്റത്തില്ല. അപ്പോൾ നമുക്ക് വീണ്ടും ഇത് ഇളക്കിക്കൊണ്ടിരിക്കാം. ശരിക്കും ഇത് നമ്മൾ ഈ വെള്ളത്തിലേക്ക് ഇടുമ്പോഴത്തേക്ക് ഇത് നല്ല ബോൾ പോലെ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് ഉരുട്ടിയെടുക്കാൻ പറ്റണം. അതാണ് ഇതിൻ്റെ പാകം എന്ന് പറയുന്നത്. ഒരു 1 സ്ട്രിങ് പോലത്തെ കൺസിസ്റ്റൻസിയിൽ വേണം നമുക്കിത് റെഡിയാക്കി എടുക്കാൻ. അപ്പോൾ അതാ കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്ക് നന്നായിട്ട് ഇത് ഈ പാനിൽ നിന്നൊക്കെ വിട്ട് വരാൻ തുടങ്ങുന്നുണ്ട്. ഇതിനകത്തെ വെള്ളത്തിൻ്റെ അംശമൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ഇങ്ങനെ ഈ തവിയിൽ ഇങ്ങനെ എടുത്ത് നോക്കുന്ന സമയത്ത് ഇതേപോലെ ഇങ്ങനെ ഈ തവിയിൽ തന്നെ ഇത് പറ്റിപ്പിടിച്ചിരിക്കും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കറക്റ്റ് പാകം എന്ന് പറയുന്നത്. ഇതിങ്ങനെ ഇറ്റിറ്റ് വീഴാണ്ട് ഇതിങ്ങനെ പറ്റിപ്പിടിച്ചിരിക്കും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പാകം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ സോഫ്റ്റ്നെസ് ആയിട്ടുള്ള സമയത്ത് വേണമെങ്കിൽ ഓഫ് ചെയ്തിട്ട് അത് ഒഴിച്ച് കൊടുക്കാം വേറൊരു പാത്രത്തിലേക്ക്. പക്ഷേ ഞാനിതാ ഈ ഒരു പാകത്തിനാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് ഞാൻ ഇതേപോലെ ഒരു പാത്രത്തിൽ കുറച്ച് നെയ്യൊന്ന് തടവി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് കുറച്ച് കട്ടിയായി പോയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു സ്പൂൺ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇത് ഈ സ്റ്റേജിന് മുന്നേ ഒരു ചെറിയൊരു സോഫ്റ്റ്നെസ്സിൽ ഓഫ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് പാത്രത്തിലേക്ക് ഒഴിക്കുന്ന രീതിയിലേക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ സ്പൂൺ വെച്ചിട്ട് ലെവൽ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ഒന്ന് ചുറ്റിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ പാത്രത്തിൽ കംപ്ലീറ്റ് ആയിട്ട് വന്നോളും. അപ്പോൾ ഇതാ ഞാനൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് 1-2 മിനിറ്റ് ചെറുതായിട്ടൊന്ന് ചൂടാറി വരട്ടെ. അപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാറി വന്നപ്പോഴത്തേക്കും നമുക്കിതൊരു കത്തി വെച്ചിട്ടൊന്ന് മുറിച്ച് കൊടുക്കാം. കത്തിയിൽ ഞാൻ കുറച്ച് നെയ്യൊന്ന് തടവി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കനത്തിലും ഷേപ്പിലൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം നമ്മളിതൊന്ന് വരഞ്ഞ് വെക്കുക. കാരണം ഇത് സെറ്റായി പോയിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്കിത് കട്ട് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇത് കുറച്ച് സമയം കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച നമ്മുടെ ഇഞ്ചി മിഠായി ഇവിടെ നന്നായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതിന് നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. എന്നിട്ട് നമ്മൾ ആ വരഞ്ഞു കൊടുത്ത ആ ഭാഗമൊക്കെ വെച്ചിട്ട് ഇതേപോലെ കഷ്ണങ്ങളാക്കി എടുക്കുക. അപ്പോൾ അത് നല്ല അടിപൊളിയായിട്ടുള്ള നമ്മുടെ നാടൻ ഇഞ്ചി മിഠായി ഇവിടെ റെഡി ആയിട്ടുണ്ട്.
അപ്പോൾ ഇതിൻ്റെ ഷേപ്പൊന്നും നോക്കണ്ട, ഇതിപ്പോൾ നമ്മൾ വീട്ടിൽ തയ്യാറാക്കുന്നതല്ലേ. അപ്പോൾ ഇതേപോലെയൊക്കെ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് വെച്ചിട്ട് ഇഞ്ചി ചായ നമ്മൾ തയ്യാറാക്കില്ല, കട്ടൻ ചായ, അപ്പോൾ അതിൽ വേണമെങ്കിൽ ഇതിൻ്റെ ഒരു കഷ്ണം ഇട്ടിട്ട് അങ്ങനെ നിങ്ങൾക്ക് കുടിക്കാം, അതും നല്ലതാണ്. അല്ല വെറുതെ കഴിക്കാനും നല്ലതാണ്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഇത് ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. പിന്നെ നിങ്ങൾക്ക് ഇത് കുറച്ച് ദിവസത്തേക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനും പറ്റും. അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക്